പഠിപ്പിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചവനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിനായി ജനിക്കപ്പെടുവാൻ ഇടയായി ചേർന്നു. സകല മനുഷ്യനെയും അതെ പാപത്തിന്റെ വഴി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കാൽവരി കുഴക്കണത്തിൽ അവസാനമുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്നവനായ ദൈവപുത്രൻ, ആ കർത്താവിന്റെ ആഴമേറിയ സ്നേഹം ഈ പ്രഭാതത്തിൽ കേൾവിക്കാരായ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. പ്രിയരെ, നമ്മൾ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നമ്മൾ ഓടുമ്പോൾ, ലോകത്തിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ ഓടുമ്പോൾ നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയയില്ല. ഈ ലോകം നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാപത്തിലേക്ക് സകല മനുഷ്യനും വീണുകൊണ്ടിരിക്കുമ്പോൾ അവനെ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം, അവനെ രക്ഷയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയുടെ വരപ്പിൽ മനുഷ്യനോടുകൂടെ വാസം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി ചേർന്നു. സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ താണമണ്ണിലേക്ക് മനുഷ്യനായി ജനിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി ചേർന്ന കർത്താവ് 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി ചേർന്നു. 30 വയസ്സ് വരെ കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി ചേർന്നു. 3.5 വർഷക്കാലം മാത്രമേ കർത്താവിന്റെ വേല തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി ചേർന്നുള്ളൂ. യോഗനാന്റെ കൈക്ക് സ്നാനമേറ്റ് അതേ യോഗനാൻ വിളിച്ചു പറഞ്ഞ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് ഇതാ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് യോഗനാൻ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഇടയായി ചേർന്നു. അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഗതികൾ എങ്ങോട്ടെന്ന് മനുഷ്യൻ അറിയുവാൻ കഴിയാതെ യാത്ര ചെയ്യുന്നു. അവൻ ചെയ്യുന്നത് എന്തെന്ന് അവന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അവൻ ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് കണ്ട് അവൻ യാത്ര ചെയ്തു പോകുകയാണ്. ഇരുളിലേക്ക് മനുഷ്യൻ മറഞ്ഞു പോകുന്നു. ഇരുള് മനുഷ്യനെ മൂടിക്കഴിയുന്നു. തപ്പിത്തടഞ്ഞ് മനുഷ്യൻ നടക്കുവാനിടയാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ആഴമായി സകല മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. സകല മനുഷ്യനും ഈ സത്യം അറിഞ്ഞേ മതിയാകുള്ളൂ. ദൈവത്തിന്റെ തിരുവെഴുത്ത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും അംഗീകരിക്കുവാൻ തക്കവണ്ണമിടയായി ചേരണം. എന്താണെന്ന് ചോദിച്ചാൽ ഇത് സകല മനുഷ്യനും ആവശ്യമായ സന്ദേശമാണ് സുവിശേഷം. ഈ സുവിശേഷം നരഭോജികളെ നരസ്ത്രീകളാക്കി തീർക്കുവാനിടയായി തീരുന്നു. ഈ സുവിശേഷം കൊലയാളികളെ കുഞ്ഞാടാക്കി തീർക്കുവാനിടയായി തീരുന്നു. ഈ സുവിശേഷം സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ഈ സുവിശേഷം സകലർക്കും സമാധാനം നൽകി തരുന്ന സന്ദേശമാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം സകല മനുഷ്യനും ആവശ്യമാണ്. ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകല വ്യക്തിത്വത്തിനും വേണ്ടി ആണ് ഈ സുവിശേഷം ലോകത്തോട് വിളംബരം ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, ഈ ഭൂമിയിൽ ജീവിച്ചു, ഈ ഭൂമിയിൽ മനുഷ്യനോടുകൂടെ വസിച്ചു, ഭക്ഷിച്ചു, പാനം ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തിട്ട് പോലും കർത്താവായ യേശു ക്രിസ്തുവിനെ ജനം ഒറ്റിക്കൊടുത്ത് അതേ റോമ പടയാളികൾ പിടിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മനുഷ്യന്റെ പാപത്തിനു വേണ്ടി, മനുഷ്യന്റെ പരിഹാരത്തിനു വേണ്ടി ഈ താണമണ്ണിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യൻ സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തുമ്പോൾ എവിടെയാണ് നമുക്ക് രക്ഷ നേടുവാനിടയായി തീരുന്നത്? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന യേശു കർത്താവ് വീണ്ടും വരുവാൻ പോകുന്നു. ലോകരക്ഷകനായ കർത്താവ് ഈ ഭൂമിയിൽ വീണ്ടും വരുവാൻ പോകുന്നു. എന്തിനാണ് വരുന്നത്? അതെ, സകല മനുഷ്യനെയും ന്യായം വിധിക്കുവാൻ തക്കവണ്ണം സകല മനുഷ്യനും ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ ഇടയായി തീരണം. അതേ സ്നേഹിത, ഒരു മനുഷ്യന് പോലും ഒഴിഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ല. സകല മനുഷ്യനും ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ന്യായം വിധിക്കും. അതിനാണ് കർത്താവ് ഈ ഭൂമിയുടെ വരപ്പിലേക്ക് വരുവാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ പറയുന്നു, മേഘാരൂഢനായി കോടാനുകോടി ദൂതഗണങ്ങളുടെ അകമ്പടിയോടുകൂടെ കർത്താവ്
മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനിടയായി തീരും. അതേ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവചനം വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ലോകത്തിൽ നിന്ന് മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്തി ഒരു മനുഷ്യനും അത് ജീവിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. കർത്താവിന്റെ വചനത്തിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ജീവനും ചൈതന്യമുള്ള വലിയ വചനമാണ്. അത് വേദപുസ്തകം വിളിച്ചു പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന വചനം സകല മനുഷ്യനും ബാധകമാണ്. ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല വ്യക്തിത്വത്തിനും ആവശ്യമാണ്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അരോചകമായിട്ട് തോന്നിയേക്കാം. പ്രിയ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഭൂലോകത്തിലൊക്കെയും സകല സൃഷ്ടികളോടും ഈ സന്ദേശം വിളിച്ചറിയിക്കുക. അതുകൊണ്ട് പ്രിയരെ, തെരുവുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട് ഈ സത്യസുവിശേഷം ലജ്ജയില്ലാതെ വിളിച്ചു പറയാൻ ഇടുകയാകുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ആ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അവങ്കിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശരായി. അവരുടെ മുഖമൊന്നും ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നിന്റെ നിലവിളുടെ ശബ്ദം കേൾക്കുന്ന ഒരുവനുണ്ട്. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞുങ്ങളെ, നീ നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളുടെ ശബ്ദം കേൾക്കുന്ന ഒരു നല്ല ഇടയുണ്ട്. ആരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ പോയതുപോലെ മടങ്ങി വരുവാൻ പോകുന്നു. ഈ ഭൂമിയിൽ അതേ അവൻ ജീവിച്ച് അത് മനുഷ്യന് നല്ലതൊന്ന് സകലതും കാണിച്ചു കൊടുത്ത് അത് ക്രൂശിക്കപ്പെടുവാൻ നമ്മളിടയായി ചേർന്നു. അടയാളങ്ങൾ കണ്ടവൻ, അത്ഭുതങ്ങൾ കണ്ടവനൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവരെ ക്രൂശിക്കുക. അതേ സ്നേഹിത, യേശു രാജാതി രാജാവായി സൈന്യങ്ങളുടെ യഹോവയായി ഈ ഭൂപരപ്പിലേക്ക് അവൻ ഇറങ്ങി വരുവാൻ പോകുന്നു. സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ എവിടെയാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത്? മനുഷ്യ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ലോകത്തിനെ കൈവിട്ടേക്കാം, തള്ളിക്കളഞ്ഞേക്കാം, ലോകത്തിനെ ഒറ്റപ്പെടുത്തിയേക്കാം, ലോകത്തിനെ മാറ്റി നിർത്തിയേക്കാം. മനുഷ്യ, മാനസാന്തരപ്പെടണം. സകല മനുഷ്യനും പാപത്തിലേക്ക് വീണു പോകുമ്പോൾ എവിടെയാണ് സമാധാനം? മനുഷ്യ, സമാധാനമുണ്ട്. യേശുവിന്റെ രക്ഷ നിന്നെ സമാധാനം നൽകിത്തരും. യേശുവിന്റെ സ്നേഹം നിനക്ക് സമാധാനം നൽകിത്തരും. അവൻ ദീർഘക്ഷമയും മഹാകരുണയുള്ള ദൈവമാണ്. ആ കർത്താവ് വേദപുസ്തകത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു നാൾ വരും. അന്നാളിൽ അഹങ്കാരികളൊക്കെ ദുഷ്പ്രവർത്തിക്കാനും താളടിയാകും. വേറെ കൊമ്പ് ശേഷിക്കാതെ വണ്ണം അവരെ ദുഷിപ്പിച്ച് കളയുമെന്നുള്ള സന്ദേശം അതേ നമുക്ക് കാണുവാൻ കഴിയുന്നു. ചൂള പോലെ കത്തുന്ന നാൾ വരുന്നു. സകല മനുഷ്യരും അതേ എരിഞ്ഞമരുവാൻ പോകുന്ന ദിവസം വരുന്നു. എപ്പോഴാണെന്നും നിശ്ചയമില്ല, ഏത് സമയമാണെന്നും നിശ്ചയമില്ല. മനുഷ്യ, നീ ചൂള പോലെ കത്തുന്ന തീക്കകത്ത് വീഴുവാൻ പോകുന്നു. മടങ്ങി വന്നാൽ നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഈ യേശുവിന്റെ സ്നേഹം നീ അറിഞ്ഞാൽ നിനക്ക് സമാധാനം അനുഭവിക്കുവാൻ കഴിയും. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ വിശ്രമിക്കുമെന്ന് നിനക്ക് അറിയുവാൻ കഴിയുമോ? അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണിത്. നമ്മളെത്ര നന്മ പ്രവർത്തികൾ ചെയ്താലും, നമ്മളെത്ര അതേ ഉന്നതമായ പദവിയിലേക്ക് നമ്മൾ പോയാലും, നമ്മളെന്തെല്ലാം അതേ ഈ ലോകത്തിൽ നല്ലതെന്ന് കണ്ട് നമ്മൾ യാത്ര ചെയ്താലും, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ വിശ്രമിക്കുന്നു താങ്കൾക്ക് ഉറപ്പുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ നല്ല ദേശനിവാസികളെ, ഈ കല്ലിശ്ശേരിയുടെ പ്രദേശത്തെ ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കുമെന്നുള്ള ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? പ്രിയ സ്നേഹിത, ആരെ കൊണ്ട് കഴിയും? അതെ, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കുമെന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യയിലേക്ക് തള്ളിക്കളയും. അതേ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. വചനത്തെ അറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം. നീ ജീവനോട് ജീവിക്കുമ്പോൾ നീ ഉറപ്പുള്ളവനായിരിക്കണം. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകുമോ? ഉണ്ടായില്ലെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക.
നീ ഏത് ഗോത്രത്തിൽ പറഞ്ഞവനായാലും, നീ ഏത് ഭാഷക്കാരനായാലും, നീ ഏത് കുടുംബത്തിൽ പറഞ്ഞവനായാലും, യേശുവിന്റെ കൽപ്പന പ്രമാണിച്ചെങ്കിൽ മാത്രമേ അത് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതി ചേർക്കണമെങ്കിൽ അവന്റെ കൽപ്പന നീ പ്രമാണിക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ യോർദാനിൽ വന്ന് യോഗനാൻ ജനത്തെ സ്നാനപ്പെടുത്തിയപ്പോൾ അവൻ സ്നാനപ്പെടുവാൻ ഇടയായി ചെന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? വചനജഡമായി മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. അവന് സ്നാനപ്പെട്ട കാര്യമില്ലായിരുന്നു, ദൈവപുത്രനായിരുന്നു. എന്നാൽ സകല മനുഷ്യരെയും അത് കാണിച്ചു കൊടുക്കുവാൻ മാതൃകയായി കർത്താവായ യേശു ക്രിസ്തു ജലത്തിൽ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്ന കാരണം മനുഷ്യ, നീ ആ കൽപ്പന പ്രമാണിക്കണം. ആ കൽപ്പന പ്രമാണിക്കാത്ത ഒരുവനും നിത്യതയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് വേദപുസ്തകം വ്യക്തമായി എഴുതുമ്പോൾ ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവിടെ വിശ്രമിക്കും. ഇവിടെ അല്പസമയത്തെ ജീവിതമേ ഉള്ളൂ സ്നേഹിതരെ. ഏറിയാൽ 70 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സ്, അത്രയുള്ള ഈ ഭൂമിയിലെ ജീവിതം. അത് കഴിയുമ്പോൾ ഇവിടം വിട്ട് നമ്മൾ പോകണം. നമ്മൾ സകലരും മരിക്കും. മരണത്തോടു കൂടെ കർത്താവ് സകല മനുഷ്യരുടെ ന്യായവിധി അതേ കൽപ്പിച്ചിരിക്കുകയാ. ഇവിടുത്തെ ജീവിതം താൽക്കാലികമത്രേ, എന്നാൽ നിത്യമായി വസിക്കുന്ന ഒരു ഭവനമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് അത് തന്റെ ജനത്തോട് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നത്. ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്നും ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നെന്നും അതെ ഞാൻ ഇരിക്കേണ്ടിടത്ത് നിങ്ങളെ ഇരുത്തുവാൻ തക്കവണ്ണ സ്ഥലമൊരുക്കി ഞാൻ മടങ്ങി വരുമെന്നും കർത്താവ് തന്റെ ജനത്തോട് പറയുവാൻ ഇടയായി തീർന്നു. പാലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ട് എന്റെ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു. അത് സ്നേഹിത, താങ്കൾക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ, താങ്കൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ എത്ര വലുതാണെന്ന് അറിയാതെ പോകരുത്. സകല മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ, അല്പനിമിഷത്തെ ജീവിതം. അതേ സ്നേഹിതരെ, പരദേശികളാണ് നമ്മൾ. അല്പനിമിഷം മാത്രമുള്ള ജീവിതമേ ഉള്ളൂ ഈ ഭൂമിയുടെ വരപ്പിൽ. ഇത് മനുഷ്യന് യോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമി മനുഷ്യന് ഗ്യാരണ്ടി ഒന്നും നൽകി തരത്തില്ല. അതിന്റെ ജീവിതത്തിന് ഞാൻ ഈ പ്രസംഗിക്കുന്ന മൈക്കിന് ഗ്യാരണ്ടി ഉണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവൻ എത്ര ഗ്യാരണ്ടി ഉണ്ട്? മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂവോലെ പൂക്കുന്നു. വെയിലിന്റെ ചൂട് തട്ടുമ്പോൾ അത് കരിഞ്ഞു പോകുന്ന അത്രയേ ഉള്ളൂ. നീ എത്ര ഉന്നതനായാലും, നീ എത്ര ശ്രേഷ്ഠനായാലും, നീ എത്ര അതേ മഹിമയുള്ളവനായാലും അല്പനിമിഷത്തെ ജീവിതം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. ഇവിടം വിട്ടു പോകണം. അത് മാത്രമല്ല, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു കുമ്പള പോലെ മാത്രമേ മനുഷ്യന്റെ ജീവിതമുള്ളൂ. അതേ സ്നേഹിത, അതിനപ്പുറമായിട്ടൊന്നുമില്ല. നീ എത്ര ഉന്നതനായാലും ശ്രേഷ്ഠനായാലും, നീ എത്ര സൗന്ദര്യമുള്ളവനായാലും, അതേ നീ എത്ര സൗന്ദര്യമുള്ളവളായാലും, പ്രിയ സുഹൃത്തെ, അല്പനിമിഷത്തെ ജീവിതം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയാണ് വിശ്രമിക്കുന്നത് നീ അറിയാതെ പോകല്ലേ. മനുഷ്യൻ അല്പനിമിഷം ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. മരിച്ചു പോകും, സകല മനുഷ്യരും മരിക്കും. നീ മണ്ണോട് മണ്ണായിത്തീരും, നിന്റെ അസ്ഥി കൂടങ്ങൾ തെളിച്ചു പോകും. പക്ഷേ നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവിന് മരണമില്ല സ്നേഹിത. നിന്റെ പകർന്നിരിക്കുന്ന ആത്മാവിന് മരണമില്ല. അത് നൽകി തന്നവന്റെ അരികിലേക്ക് അത് കടന്നു ചെല്ലും. അവന്റെ ഭാഗത്തിൽ അത് സൂക്ഷിക്കും. അതെ, ന്യായവിധി ദിവസത്തിൽ മരിച്ചവരാവാൻ അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. നീ എത്ര ഉന്നതനായാലും, അതെ നീ എത്ര ശ്രേഷ്ഠനായാലും മരണമുണ്ട് നിന്റെ മുമ്പിൽ. മരണം നിന്നെ പിന്തുടരുന്ന ഒരു ദിവസമുണ്ട്. എപ്പോഴും മരണം നമ്മളോട് കൂടെ ഉണ്ട്. മനുഷ്യ, നീ മടങ്ങി വരണം. യേശു ക്രിസ്തു ഈ ഭൂപരപ്പിൽ നാളുകൾ ജീവിച്ചെങ്കിലും അവൻ ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണയായി തീർന്നു. നിനക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചു. റോമാ പടയാളികളുടെ ചാട്ടവാറ കൊണ്ടുള്ള അടി കിട്ടി. ശരീരഭാഗങ്ങളൊക്കെയും കീറി മുറിച്ച് അവസാനത്തിന്റെ രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്നു. കണ്ടാൽ അറിയാൻ വയ്യാത്ത പോലെ വിരൂപമായി തീർന്നു. അവന്റെ ശരീരം മുഴുവനും മുഴുവയാളികൾ പോലെ കീറി മുറിച്ചു.
ചാട്ടവാറ് കൊണ്ടുള്ള അടി കിട്ടുമ്പോൾ ശരീരത്തിലുള്ള മാംസങ്ങളൊക്കെ പറഞ്ഞു പോകും. ശരീരത്തിലുള്ള മാംസങ്ങളൊക്കെ പറഞ്ഞു പോകും. പ്രിയ സേന, ഓരോ അടി നിനക്ക് ലഭിക്കുമ്പോഴും നിന്റെ ശരീരത്തിലെ മാംസങ്ങൾ തെറിച്ചു പോകും. അവൻ ഇതൊക്കെ പങ്കപ്പാടുകൾ സഹിച്ചു. എന്തുമാത്രം വേദനകൾ അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. അതെ, ഈ ഭൂമിയിലെ മനുഷ്യൻ മുഴുവനും പാപം ചെയ്തു. അവനെ രക്ഷിക്കുവാൻ സ്വന്തം പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകി തരുവാൻ കൊണ്ട് അവിടെ അയച്ചിരുന്നു. അവൻ അർക്കപ്പെടണമായിരുന്നു. പാപത്തിന്റെ മോചനത്തിനായി പഴയ നിയമകാലങ്ങളിൽ മൃഗങ്ങളെ ബലി കഴിക്കും. മൃഗങ്ങളുടെ രക്തം കൊണ്ട് പാപമോചനം ലഭിക്കുമായിരുന്നു. പക്ഷിപറവയാദികളുടെ അതേ രക്തം കൊണ്ട് മോചനം ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമകാലം വന്നപ്പോൾ അർക്കപ്പെടുവാൻ ഒരു കുഞ്ഞാടിനെ സ്വന്തം പിതാവ് ഈ ഭൂമിയിലേക്ക് നൽകി തന്നത് നീ മറന്നുപോകല്ലേ. നിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം ലോകത്തിനുള്ള സകല മനുഷ്യന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ബലിയാടായി തീർന്നത്. ചാട്ടവാറ് കൊണ്ട് അടിമേടിച്ചു, മുട്ടി ചുരുട്ടി അവന്റെ മുഖത്തിടിച്ചു. രോമകത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഇതെല്ലാം അവൻ ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ മനുഷ്യ, നീ സത്യം നീ അറിയണം. സത്യം നിന്നെ സ്വതന്ത്രരാക്കുവാൻ ഇടയായി ചേരും. കുരുട്ട് നന്നായി തപ്പിത്തടഞ്ഞു നടന്നാൽ അതേ നിനക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ സാധ്യമാകുകയില്ല. കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച പങ്കപ്പാടുകൾ ഒരു സമൂഹത്തിന് മാത്രമല്ല, ഒരു സമുദായത്തിന് മാത്രമല്ല, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകലർക്കും വേണ്ടി അവൻ ഈ കഷ്ടപ്പാടുകൾ സഹിച്ചു. ചാട്ടവാറ് കൊണ്ട് അടിമേടിച്ചു, മുട്ടി ചുരുട്ടി അവന്റെ മുഖത്തിടിച്ചു, മുൾക്കിരീടം തലയിൽ തറച്ചു. അതേ സ്നേഹിതരെ, അതൊക്കെ സംഭവിച്ചിട്ടും രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഇതൊക്കെ ഏറ്റുവാങ്ങുവാൻ കൊണ്ട് അവിടെയായി തീർന്നു. അവനത്രേ ദൈവപുത്രൻ. അവൻ മാത്രമേ ഉള്ളൂ മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ളവൻ. അല്ലാതെ ആരെക്കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ സാധ്യമല്ല. പച്ചപ്പയൻ മരം കൊണ്ടുള്ള കുരിശുണ്ടാക്കി അവന്റെ ചുമരിൽ മേൽ വെച്ച് കൊടുത്ത് മുൾക്കിരീടം തറച്ചിട്ട് വീണും എഴുന്നേറ്റും കണ്ടാൽ ആളറിയാൻ വയ്യാത്ത പോലെ വിരൂപമായ മനുഷ്യൻ ഗോൽഗോഥായുടെ വിരുമാറിലേക്ക് നടന്നു കയറി കുരിശ് അവിടെ കൊണ്ടുവച്ച് കാലിനും പാണികളാൽ അവന്റെ കാലും കൈയും തറച്ചു. ക്രൂശിൽ പിടഞ്ഞു മരിക്കുവാൻ നേരവും അവൻ ഇങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ, പിതാവേ, ഇവർ ചെയ്യുന്നതൊന്നും ഇവരറിയാതെയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രിയ സുഹൃത്തെ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ, നമുക്ക് വേണ്ടി അനുഭവിച്ച യാതനകൾ എത്ര വലുതാണെന്ന് നീ അറിയാതെ പോകരുത്. നിനക്ക് ജീവൻ നൽകി തന്നവനായ കർത്താവ്, നിന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവനായ രക്ഷകൻ, അവൻ പോയതുപോലെ മടങ്ങി വരും. സ്നേഹിത, ന്യായം ദിവസത്തിൽ അതെ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ എന്തൊക്കെ കത്തുന്ന തീപ്പൊയ്യയിലേക്ക് നിന്നെ വലിച്ചെറിയുന്ന ഒരു നാൾ വരും. കെടാത്ത തീയും ചാകാത്ത പുഴവുമുള്ള നിത്യനരകം. അതേ സ്നേഹിത, ചിലരൊക്കെ പറയും ഈ ഭൂമിയിലാണ് സ്വർഗവും നരകവും എന്നല്ല. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ അതേ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. സ്വർഗവും നരകവും ഉണ്ട്, യാതൊരു സ്ഥലമുണ്ട്. എന്നാൽ കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ രാജ്യത്ത് നമുക്ക് ചെന്നെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ്? ഏറിയാൽ 70-80 വയസ്സ് വരെ ലോകത്തിൽ ജീവിച്ച് സത്യം നിന്നെ സ്വതന്ത്രരാക്കിയില്ലെങ്കിൽ പ്രയോജനമില്ല. നിന്റെ ആത്മാവ് പാപത്തിലേക്ക് വീണുപോകുന്നു, ഇരുളിലേക്ക് നിന്റെ ആത്മാവ് വീണുപോകുന്നു. നിന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. സകല മനുഷ്യനും നിന്നെ തള്ളിക്കളയും, സകല മനുഷ്യനും നിന്നെ ഒറ്റപ്പെടുത്തും, സകല മനുഷ്യനും അതെ നിന്നെ അറിയുന്നില്ലെന്ന് പറയും. എന്നാൽ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള സന്ദേശം അവൻ തന്റെ ജനത്തിന് അവൻ കൈമാറി. പ്രിയരെ, കാലിനും പാടിയാൽ തറയ്ക്കപ്പെട്ടവനായ കർത്താവ് അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. അവൻ 3-ാം നാളിൽ കല്ലറയെ ഭേദിച്ച് അവൻ പുറത്തു വരുവാൻ തക്കവണ്ണമിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ,
നമുക്ക് വേണ്ടി അവൻ യാതനകൾ സഹിച്ചെങ്കിലും കഷ്ടതകൾ സഹിച്ചെങ്കിലും മൂന്നാമത്തെ നാളിൽ അവൻ പുറത്തു വരുവാൻ തക്കവണ്ണം അവിടെയായി ചേർന്നു. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. റോമ പടയാളികൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. റോമ സാമ്രാജ്യത്തിന് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയരെ, യേശു കർത്താവ് പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞു പാലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിൽ വന്ന് കഷ്ടത അനുഭവിച്ചവൻ, ഈ ലോകത്തിൽ വന്ന് വേദന സഹിച്ചവൻ, ഈ ലോകത്തിൽ വന്ന് അപമാനം സഹിച്ചവൻ, അതെ സകല മനുഷ്യനും നല്ല മാർഗങ്ങളെ കാണിച്ചു കൊടുത്തവൻ, സകല മനുഷ്യനെയും ഈ ഭൂമി ശക്തിക്കപ്പെടുത്തിയവൻ, അതേ സ്നേഹിത മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിക്കൊടുത്ത മനുഷ്യൻ മുഴുവനും പാപം ചെയ്ത് അതെ ദൈവത്തിന്റെ തേജസ് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ് പാപവഴിയിലേക്ക് അവൻ യാത്ര ചെയ്യുന്നു. ഈ ലോകം അധപ്പതരത്തിലേക്ക് നീക്കിക്കഴിഞ്ഞു. എന്ത് പുരാണം ഇങ്ങനെ പറയുന്നു, ഇത് കലിയുഗകാലമത്രേ. വേദപുസ്തകം പറയുന്നു ഇത് അന്ത്യനാളത്രേ. അതേ സ്നേഹിത, അന്ത്യനാളുകളായി അന്ത്യനാളുകളിൽ അതേ സകല മനുഷ്യന് സ്വസ്നേഹികളാകും, സകല മനുഷ്യന് ദ്രവ്യാഗ്രഹികളാകും, സകല മനുഷ്യന് വാൻപു പറയുന്നവരാകും. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ അതെ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതെ നമുക്ക് അറിയുന്നില്ലയോ പ്രിയരെ? ഈ ലോകം നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ് സമാധാനമുള്ളത്? ഏത് ഭവനത്തിലാണ് സമാധാനമുള്ളത്? ഏത് ദേശത്താണ് സമാധാനമുള്ളത്? എവിടെയും നോക്കിയാൽ സമാധാനമില്ല. മനുഷ്യൻ സമാധാനത്തിനു വേണ്ടി നേർച്ച കാഴ്ചകളും അർപ്പണങ്ങളും ദർപ്പണങ്ങളും മരകയറ്റങ്ങളും കുരിശുമൊക്കെ ചെയ്തിട്ടും മനുഷ്യന് യാതൊരു രക്ഷയുമില്ല. അവൻ അധപതനത്തിന്റെ ആ ഗതിയിൽ മാത്രം അവൻ യാത്ര ചെയ്യുകയാണ്. ഉയർച്ചയില്ല, സമാധാനമില്ല, രക്ഷയില്ല. യേശു നിനക്ക് വേണ്ടി മരിച്ചുവെന്ന് നീ അറിഞ്ഞിരിക്കണം. നിനക്ക് വേണ്ടി അവസാനവും യേശു ഒഴുക്കി തന്നവനെന്ന് നീ അറിയാൻ ചെയ്യുന്ന നിന്റെ നേർച്ച കാഴ്ചകൾ കൊണ്ടോ നിന്റെ അർപ്പണങ്ങൾ കൊണ്ടോ ദർപ്പണങ്ങൾ കൊണ്ടോ നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ലെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ വേദപുസ്തകത്തിൽ നമുക്ക് സത്യങ്ങളെ കാണുവാൻ കഴിയുന്നു. സത്യം നിന്നെ സ്വതന്ത്രരാക്കുവാനിടയായി തരണം. പാപത്തിന്റെ പരിഹാരം അതെ യേശു കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടു. മനുഷ്യ, പാപത്തിന് പരിഹാരം വേറൊന്നുമില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ. സകല മനുഷ്യരും അവന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ഒരു നാൾ വരും. ഏത് നിരീശ്വരവാദിയായാലും യേശുവിന്റെ അരികെ കടന്നു എന്നേ മതിയാകത്തുള്ളൂ. അതെ, ഏത് മത നേതാക്കന്മാരായാലും യേശുവിന്റെ അരികിൽ കടന്നു ചെല്ലണം. ഏത് ഹല്ലേലൂയ ഉന്നത പദവിയിൽ ഇരിക്കുന്നവരായാലും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നിന്നെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലുള്ള സമുദായ നേതാക്കന്മാർക്കോ മേലധ്യക്ഷന്മാർക്കോ സാധ്യമാകത്തില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുന്ന മനുഷ്യ, നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എന്റെ യേശുവിന്റെ അരികിൽ ചെന്നാൽ നിനക്ക് പാപത്തിന് മോചനം ലഭിക്കും. അതേ ചെയ്ത അല്ലാതെ നീ എന്തൊന്നും ചെയ്താലും നിനക്ക് മോചനം ഉണ്ടാകുകയില്ല. നേർച്ച കാഴ്ചകൾക്ക് നിനക്ക് മോചനം തരുവാൻ കഴിയില്ല. മത നേതാക്കന്മാർക്ക് നിനക്ക് മോചനം തരുവാൻ കഴിയത്തില്ല. അതേ ചെയ്തേ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യവർഗത്തിനും അതേ നിനക്ക് മോചനം തരുവാൻ കഴിയത്തില്ലെന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. എവിടെയാണ് മോചനം? അവൻ മാതൃക കാണിച്ചു തന്നത് നമ്മൾ ചെയ്യുവാൻ നമ്മുടെ അയച്ചിരണം. യോഗ്യന്റെ കൈക്കീഴിൽ അവൻ സ്നാനപ്പെട്ടു. പ്രിയ സൈത, രക്ഷ പ്രാപിക്കുവാൻ അതേ ഒരു വഴി മാത്രമേ ഉള്ളൂ. സ്നാനപ്പെടണം, കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം. നീതിയോടെ വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് മാത്രമേ നിത്യത പ്രാധാന്യം ചെയ്യുവാൻ കഴിയുള്ളൂ. നിത്യതയിൽ പ്രവേശിക്കുവാൻ അവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പ്രിയ സൈനികരെ, അതെ നീ ഒളിഞ്ഞും പാത്രം നടന്നാൽ നിനക്ക് നിത്യത ലഭ്യമാകത്തില്ല. കേടാത്ത തീയും ചാകാത്ത മുഴുവുമുള്ള എന്തെങ്കിലും കത്തുന്ന യാതനാ സ്ഥലം മാത്രമേ നിനക്ക് ലഭിക്കുവാൻ ഇടയാകത്തുള്ളൂ. വേദപുസ്തകം പറയുന്നു അവന്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് മാത്രമേ
നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുള്ളൂ എന്ന്. അതേ സ്നേഹിതരെ, ആർക്കാണ് നിത്യത ലഭ്യമാകുന്നത്? അവന്റെ പ്രമാണം അനുസരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് നിത്യത. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ തലമൊരുക്കുവാൻ പോയി ഞാൻ മടങ്ങി വരും, ഞാൻ ഇരിക്കേണ്ടിടത്ത് തന്നെ നിങ്ങളെ ഇരുത്തുവാൻ. അതേ സ്നേഹിതരെ, നമ്മൾ ആ പ്രത്യാശയോട് ഈ ലോകത്തിൽ യാത്ര ചെയ്യുന്നത് അല്ലേ? ലോകത്തിന്റെ മോഹങ്ങളിലും ലോകത്തിന്റെ വെറിക്കൂത്തുകളിലും ലോകത്തിന്റെ ഇമ്പങ്ങളിലും നടക്കുന്ന മനുഷ്യനെ ചേർക്കുവാനല്ല നിത്യത. അവർക്കൊരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് യാതനാ സ്ഥലം. പല്ലുകളിയും കരച്ചിലും ഇരുളും നിറഞ്ഞ സ്ഥലം. അവിടാണ് ഈ ഭൂമിയിൽ 70 വയസ്സല്ലേ 80 വയസ്സ് അല്ലെ 100 വയസ്സ് വരെ ജീവിച്ചിട്ട് ചെന്ന് അവിടെ പെടുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ ഭയാനകരമായിരിക്കും. ഗന്ധകം കെട്ടുന്ന തീപ്പൊയ്യ ഗന്ധമരും. അതേ സേന, നീ ദഹിച്ചവിടുന്ന് പോകുന്നില്ല, നീ കിടന്ന് യാതന അനുഭവിക്കും, കത്തന അനുഭവിക്കും. അവിടെ നിനക്ക് കാണുവാൻ ഒന്നും ഉണ്ടാകുകയില്ല, പല്ലുകടി കരച്ചിലും മാത്രമേ ഉള്ളൂ. എന്നാൽ അവന്റെ ഭക്തന്മാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് നിത്യത. സമാധാനമുള്ള രാജ്യം, സന്തോഷമുള്ള രാജ്യം, ഐക്യതയുള്ള രാജ്യം, വിശപ്പും ദാഹവും ഇല്ലാത്ത രാജ്യം, കള്ളന്മാരില്ലാത്ത രാജ്യം, ആശുപത്രിയില്ലാത്ത രാജ്യം. അതേ സേന, അവിടെ പോകുവാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതം അതെ കഴിഞ്ഞ് നീ മടങ്ങിപ്പോകുമ്പോൾ നീ ഒരു പ്രത്യാശയുള്ളവനായിരിക്കണം. അല്ലാതെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, നീ സമൂഹത്തിന്റെ നടുവിൽ എന്തെല്ലാം നല്ല പ്രവൃത്തി ചെയ്താലും, അതെ ഈ സമൂഹത്തിന് നീ ഒരുമിച്ച് ചേർത്ത് പിടിച്ചാലും, നീ ലോകം മുഴുവനും വിട്ടുപിടിച്ചാലും നിനക്ക് സമാധാനം ലഭ്യമാകത്തില്ല എന്ന് വേദപുസ്തകം പറയുന്നു. സമാധാനം തരുന്നത് നസറായനായ യേശുവ. അവന്റെ പക്കൽ മാത്രമേ ഉള്ളൂ സമാധാനം. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലോ അവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കപ്പെട്ട് അവൻ മരിച്ചടക്കപ്പെടുവാനിടയായി ചേർന്നത്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവൻ അത് കാണിച്ചത്. ഈ ഭൂമിയിൽ അവൻ മനുഷ്യനായി ജനിക്കപ്പെട്ട് അവൻ മരിച്ചു അടക്കപ്പെട്ടു. 3-ാം നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റവൻ അവൻ മാത്രമേ ഉള്ളൂ. അവനെ പോൽ ശ്രേഷ്ഠനാരുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല, അവനെ പോൽ ഉന്നതനാരുമില്ല. അവനാണ് ദൈവപുത്രൻ. അത് മാത്രമല്ല സ്നേഹിതരെ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ ഒരുവനുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. 2000-ൽ പല വർഷങ്ങൾക്കപ്പുറം എഴുതിയ തിരുവചനത്തിൽ സത്യങ്ങളെ വെളിപ്പെടുത്തി കാണിക്കുവാൻ അവിടെയാക്കിയിരുന്നു. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ വേദപുസ്തകത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതെ, ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിപ്പം കൂടിയ പുസ്തകം കണ്ടുപിടിച്ചത് വേദപുസ്തകമാണ്. ഈ ലോകത്തിന് ഏറ്റവും ചെറുതായി അതേ കണ്ടുപിടിച്ച പുസ്തകവും അതേ വേദപുസ്തകമാണ്. നമ്മളിന്ന് ഈ ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ ഓടി നടക്കുമ്പോൾ താങ്കൾ ഒന്ന് ഓർക്കണം, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് എവിടെയാണ് വിശ്രമിക്കുന്നത്? നിത്യതയിൽ പ്രവേശിക്കുമോ? അതോ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യയ്ക്ക് ഓഹരിയായി തീരുമോ? മനുഷ്യ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം.